ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനൊരു കുഞ്ഞു ഡിന്നർ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. വൈകുന്നേരങ്ങളിൽ ഇപ്പോൾ ഓഫീസിലൊക്കെ പോയിട്ട് വരുന്നവർക്കോ അല്ലെങ്കിൽ നമുക്ക് സമയമില്ലാത്തപ്പോഴൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഡിന്നർ കോംബോയാണ്. അപ്പോൾ ആദ്യം വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഒരു ദോശ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഒരു സവോള ഇതുപോലെ നീളത്തിന് കനം കുറച്ച് അരിഞ്ഞെടുക്കാം. അതൊരു ബൗളിലോട്ടിട്ടു. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. വളരെ കുറച്ച് മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചേർത്താൽ ഒരു നല്ലൊരു ടേസ്റ്റാണ്. ഇതിന് പകരം വേണമെങ്കിൽ കുറച്ച് കറിവേപ്പില ഒന്ന് ഇതുപോലെ തന്നെ അരിഞ്ഞ് ഇടുകയും ചെയ്യാം. അപ്പോൾ അതും കൂടി ഇട്ടു. ഇനി ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പിടാം. ഒരുപാട് വേണ്ട കേട്ടോ, ജസ്റ്റ് ആ സവോളയ്ക്കൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. എന്നിട്ട് ഇതേ കൈവച്ച് ഇതുപോലെ നല്ല പോലെ ഒന്ന് ഞെരടി വെക്കാം. ഒന്നോ രണ്ടോ പച്ചമുളകും കൂടി വേണമെങ്കിൽ ഇടാം. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ചിലപ്പം പച്ചമുളക് ചേർത്താൽ അവർക്ക് ഇഷ്ടാവില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഒഴിവാക്കിയെന്നേ ഉള്ളൂ. നല്ല പോലെ ഇങ്ങനെ ഒന്ന് ഞെരടി വെക്കാം. അപ്പോൾ സവോള കുറച്ച് നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും, പിന്നെ നന്നായിട്ട് ഉപ്പൊക്കെ അതിനകത്തോട്ടൊന്ന് പിടിക്കുകയും ചെയ്യും. അപ്പം കുറച്ച് സമയം നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. കറി റെഡിയാക്കുന്ന സമയം വരെ ഇതിവിടെ ഇരിക്കട്ടെ. ഒരു എഗ് ബുർജി മസാലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 2 സവോള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു. ഒരു വലിയ തക്കാളിയും കൂടി അതുപോലെ തന്നെ ഒന്ന് അരിഞ്ഞു വെക്കാം. തക്കാളി ചെറുതാണെങ്കിൽ 2 എടുക്കണം കേട്ടോ, നല്ല പഴുത്തതാണ് നല്ലത്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കാം. നേരത്തെ പറഞ്ഞ പോലെ മല്ലിയില ഇല്ലാന്നുണ്ടെങ്കിൽ കറിവേപ്പില യൂസ് ചെയ്യാം, ഏതായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ഇതുപോലെ ഒരു കഷ്ണം ഇഞ്ചി നന്നായിട്ടൊന്ന് ചതച്ച് വെച്ചു. 1-2 പച്ചമുളകും കൂടി ഇടാം. അപ്പം ഞാനിന്നൊരു 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. മുട്ടയുടെ എണ്ണം വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം, ഇഷ്ടം പോലെ. ഇതിൽ കുറച്ച് ഉപ്പിട്ടു. ഒരല്പം കുരുമുളക് പൊടിയും കൂടി ചേർക്കാം കേട്ടോ. ഞാനൊരു ഏകദേശം 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് അടിച്ചു വെക്കാം. ഒരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്, സൺഫ്ലവർ ഓയിൽ ആയാലും മതി. എണ്ണ ചൂടാകുമ്പോൾ ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഏലക്ക, 2 ഗ്രാമ്പൂ, ഒരല്പം പെരുംജീരകവും കൂടി ഇട്ടിട്ടുണ്ട്. ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, പെരുംജീരകം ഇല്ലെങ്കിൽ ഒഴിവാക്കാം. പിന്നെ അരിഞ്ഞു വെച്ച സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ ആയിക്കഴിയുമ്പം ഇനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഏകദേശം 2.25 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്. അതേ അളവിൽ തന്നെ 2.25 ടീസ്പൂൺ മല്ലിപ്പൊടിയും, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയോ പെരുംജീരകം അല്ലെങ്കിൽ ചെറിയ ജീരകം പൊടിച്ചതായാലും മതി. ഇത് 3 ചേർത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചേർത്ത് ആ പൊടികളുടെ ഒരു ചുവ അങ്ങ് മാറുന്നത് വരെ നല്ലപോലെ വഴറ്റുക. എന്നിട്ട് അരിഞ്ഞു വെച്ച തക്കാളി ഇട്ടു. തക്കാളി ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനൊരു ഏകദേശം 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ കറി ഞാൻ പറഞ്ഞില്ലേ, ഒരു മസാലയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കുറച്ചും കൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിക്കുക. ഒരല്പം മല്ലിയില ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമുക്കത് അടച്ചു വെച്ച് വേവിക്കാം. തക്കാളിയും സവോളയൊക്കെ നല്ലപോലെ വെന്ത് വരട്ടെ. ഇന്നൊരു ദോശയാണല്ലോ ഉണ്ടാക്കുന്നത്, ഗോതമ്പ് ദോശയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലോട്ട് ഏകദേശം 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുക്കാം. ആട്ടപ്പൊടിയാണ്. 1.5 കപ്പ് എടുത്തു കഴിഞ്ഞാൽ ഒരു 3-4 പേർക്ക് കഴിക്കാനുള്ള അത്രയും ദോശ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇതിൽ ഉപ്പ് മാത്രം ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കത് കലക്കിയെടുക്കാം. ഈ ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോൾ ഉള്ളൊരു പരുവം അറിയാമല്ലോ, ആ രീതിയിൽ കലക്കിയെടുത്താൽ മതി. വേണമെങ്കിൽ ഇപ്പോൾ ഒത്തിരി കട്ടകളുണ്ടെന്ന് തോന്നുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്താലും മതി കേട്ടോ. അല്ലെങ്കിൽ സ്പൂൺ വെച്ചത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ കട്ടകളൊക്കെ മാറിക്കിട്ടും. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് മാവ് നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ടത്. സാധാ വെള്ളം ഒഴിച്ചിട്ടാണ്, ചൂടുവെള്ളമൊന്നുമല്ല. ആ സമയം കൊണ്ട് നമ്മുടെ മസാല ഏകദേശം വെന്തിട്ടുണ്ട്, കണ്ടോ? ഇതുപോലെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ മുട്ടയും കൂടെ ഒഴിച്ച് കഴിയുമ്പം ഇത് നല്ല ഇങ്ങനെ കുറച്ച് കട്ടിയാവും. ആ ഗ്രേവിയൊക്കെ മുട്ടയിലോട്ട് പിടിക്കും. നമ്മൾ അടിച്ചു വെച്ച മുട്ട ഒഴിച്ചു. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഇപ്പം തന്നെ എല്ലാം അങ്ങ് ഇളക്കണ്ട, ചെറുതായിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതി.
ഓക്കെ, എന്നിട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം മുകളിൽ. നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചാൽ കുറച്ചും കൂടി ഇരിപ്പുണ്ട്, അത് ഇട്ടു. ഇനി ജസ്റ്റ് ഒരു 1/2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. മുട്ട ചെറുതായിട്ടൊന്ന് വെന്ത് തുടങ്ങിയതിന് ശേഷം വീണ്ടും നല്ലപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ഓക്കെ, ഇത് ഒത്തിരി ഗ്രേവി കാണത്തില്ല, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നിങ്ങൾക്ക് ഗ്രേവി ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആദ്യം വെള്ളം ഒഴിക്കണം. ഓക്കെ, ഇപ്പോൾ ഇത് ഇങ്ങനെയായിരിക്കും. അപ്പോൾ ആ മുട്ട ഒന്ന് വെന്ത് കഴിയുമ്പം നമ്മുടെ മസാല, എഗ് ബുർജി മസാല റെഡി. ഇതിപ്പോൾ ഈ ഗോതമ്പ് ദോശയ്ക്ക് മാത്രമല്ല, ചപ്പാത്തിക്കും അപ്പത്തിനും ദോശയ്ക്കും ഒക്കെ നല്ലൊരു സൈഡ് ഡിഷാണ്. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ അടുത്തത് ഇനി നമുക്ക് ദോശയും കൂടി ഉണ്ടാക്കാം. നമ്മൾ നേരത്തെ സവോള ഉപ്പൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, നല്ല സോഫ്റ്റ് ആയിരിപ്പുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി, ഒരുപാട് ചൂടാവുന്നതിന് മുന്നേ തന്നെ മാവ് ഒഴിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് പരത്താൻ പറ്റത്തില്ല. ഒരു സ്പൂൺ മാവ് ഒഴിച്ച് ഇങ്ങനെ ഒന്ന് പരത്താം. അതിൻ്റെ മുകളിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. എത്ര വേണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. ഇതിനൊരു കറക്റ്റ് അളവൊന്നും നോക്കണ്ട. കുറച്ച് നെയ്യ് അല്ലെങ്കിൽ എണ്ണയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനൊരല്പം നെയ്യ് ഒഴിക്കുന്നുണ്ട്, ഒരുപാട് വേണ്ട, ജസ്റ്റ് ഒരു മാക്സിമം 1/2 ടീസ്പൂൺ അത്രയും മതി. ഇതൊരു സൈഡ് മുരിഞ്ഞ് കഴിയുമ്പോൾ തിരിച്ചിടണം. അതിന് മുന്നേ ഈ സവോള പതുക്കെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കണേ. അപ്പോൾ നമ്മൾ തിരിച്ചിടുമ്പോൾ അത് ഒത്തിരി ഇങ്ങനെ ഇളകി പോകത്തില്ല. ഇനി ആ സൈഡും കൂടി നല്ലപോലെ ഒന്ന് മൊരിയണം. സവോള ഒന്ന് മൊരിഞ്ഞു വരുന്നതാണ് എൻ്റെ ഒരു ടേസ്റ്റ്. ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ സവോളയെല്ലാം ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് തിരിച്ചിട്ട് നോക്കാം. കണ്ടോ, ഇതുപോലെ മൊരിഞ്ഞിട്ടുണ്ടാവണം. ഇത്രയും മതി. ഇപ്പോൾ നമുക്ക് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്നതും കൂടി ഉണ്ടാക്കാം. പാൻ എപ്പോഴും ഒത്തിരി ചൂടാവാതെ നോക്കണം. പിന്നെ ഒഴിച്ച ഉടനെ തന്നെ സവാള ഇട്ട് കൊടുക്കുകയും വേണം കേട്ടോ, അപ്പോഴായിരിക്കും മാവിലോട്ട് പെട്ടെന്ന് അതങ്ങ് ഒട്ടിയിരിക്കും. ഞാൻ ആവശ്യത്തിനുള്ള ദോശയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. കുറച്ച് മാവ് ബാക്കിയുണ്ട് കേട്ടോ, ഒരു 3-4 ദോശയ്ക്കുള്ള മാവ് ബാക്കിയുണ്ട്. അത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, നമുക്ക് ആവശ്യമുള്ളപ്പം ഒന്ന് തണുപ്പ് മാറ്റിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതാ എൻ്റെ ഡിന്നർ റെഡി. പിന്നെ ഈ ഗോതമ്പ് ദോശ ഒത്തിരി പേർക്കും ഇഷ്ടമില്ലാത്തൊരു ഐറ്റം ആണല്ലോ, പക്ഷേ ഇതുപോലെ കുറച്ചൊന്ന് വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുമാണ്, ഉണ്ടാക്കാൻ എളുപ്പമാണ്, അധികം സമയമൊന്നും എടുക്കത്തില്ല. ചപ്പാത്തി പോലെ കുഴയ്ക്കുകയും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയോ ഒന്നും വേണ്ടല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു കോംബോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ചെയ്ത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.